ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെന്നാരോപിച്ച് കുടിൽകെട്ടി സമരവുമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കും എന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം. എന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ 2 ലിസ്റ്റിൽ പേര് കൊണ്ടുവന്നു. 3ാമത്തെ ലിസ്റ്റിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അവര് അത് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. മൊത്തം പോകണമെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറിയിട്ടില്ല. നഷ്ടപ്പെട്ട വേദനയുടെ നീറ്റലിലാണ് അവരിപ്പോഴും. താങ്ങാകുമെന്ന് കരുതിയ ഭരണ സംവിധാനം മെല്ലെപ്പോക്കിലാണ് എന്ന സംശയമാണ് ദുരന്തബാധിതരെ വീണ്ടും ആ ഭൂമിയിലെത്തിച്ചത്. ദുരന്തഭൂമിയിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിൽകെട്ടി സമരം. ബെയിലി പാലം കടന്ന് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ദുരന്തബാധിതരുടെ ശ്രമം പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. ഇപ്പൊ ഞങ്ങളിപ്പോ മുണ്ടക്കായിക്ക് പോണ്ടെന്ന് പറയണ്ടല്ലേ ഈ പോലീസുകാർ തടഞ്ഞില്ലേ? ആ തടഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാന്നാണ് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കുറച്ച് ആൾക്കാർക്ക് വാശിയോട്ട് ആളുകൾക്ക് കുറ്റിയടിച്ചതിന്റെ ഇപ്പുറത്ത് പോയി നിൽക്കാന്ന് പറഞ്ഞാ ഞങ്ങൾ പോയി നിൽക്കാണ്. നമുക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങളവിടെ പോയി നിൽക്കാണ്. എന്നോട് പോയി നിൽക്കാൻ പറഞ്ഞതാ. അപ്പൊ എന്തുകൊണ്ട് തടയണേ? അതൊരു കാരണം പറയട്ടെ. ഈ പറഞ്ഞ ഈ പോലീസ് എമ്മമാർ എന്റെ മകൻ എങ്ങനെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്നപ്പോൾ നോക്കാൻ വേണ്ടി പോയ മോനാണ്. രണ്ടാമത് തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എന്റെ മകൻ ലാസ്റ്റ് അവസാനം എന്റെ മകൻ ഇല്ലാതായിപ്പോയി. ഇന്നാണ് 2 പേര് ഭാര്യ ഭർത്താവിന് ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട് ലിസ്റ്റിലെ പേരില്ല. 2ാമത് ലിസ്റ്റിലും പേര് വരുമെന്ന് പറഞ്ഞു. അത് വന്നിട്ടില്ല. വായ്പയുടെ പേരിൽ ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദം ഇപ്പോഴുമുള്ളത് ദുരന്തബാധിതരുടെ സമ്മർദ്ദം ഇരട്ടിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സർക്കാരിന് മുതലിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഖജനാവെന്ന് തരണ്ട. ഞങ്ങൾക്ക് നാട്ടുകാർ ഞങ്ങൾ കേരള സമൂഹം കൊടുത്ത പൈസ ഉണ്ട് സർക്കാരിന്റെ കയ്യിൽ. ആ പൈസ എടുത്ത് ഞങ്ങൾക്ക് തരണം, നിർബന്ധമായിട്ടും തരണം. തന്നേ പറ്റൂ. ചൂരൽമല ടൗണിൽ കഞ്ഞിവെച്ചും ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. 5 സെന്റിൽ കൂടുതൽ ഭൂമി ദുരന്തബാധിതർക്ക് നൽകാനാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഇപ്പോ 5 സെന്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെന്റ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ദുരന്തബാധിതരുടെ തീരുമാനം. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് ഇത്രയും നാൾ പ്രതിഷേധത്തിന് മുതിരാതിരുന്നത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. എന്നാൽ ഇനി അതുണ്ടാകില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ചൂരൽമലയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.